എവ്രിവൺ, വെൽക്കം ടു ക്രിഷ് ടോക്സ്. അപ്പോൾ നമ്മുടെ തേർഡ് സെം റീഡിങ്സ് ഓൺ ഇന്ത്യൻ ലിറ്ററേച്ചേഴ്സിന്റെ മൂന്നാമത്തെ മൊഡ്യൂൾ ഏറ്റവും കൂടുതൽ ടഫുള്ള ഒരു മൊഡ്യൂളാണെന്നാണ് കുട്ടികൾ പറയുന്നത്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ആ മൂന്നാമത്തെ മൊഡ്യൂളിലെ 3 ചാപ്റ്റേഴ്സ് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ തന്നെ പഠിച്ചെടുക്കാം കേട്ടോ. ഇതിന്റെ സെപ്പറേറ്റ് വീഡിയോസ് ചാപ്റ്റർ വൈസ് ആയിട്ടുള്ളത് നിങ്ങൾ കണ്ടിട്ട് പോകണം, കാരണം ടഫ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ഞാൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വിക്ക് റിവിഷനാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ദ ഫ്യൂച്ചർ ഓഫ് ദി പാസ്റ്റ് എന്നുള്ളതാണ് ഇതിലെ ഒന്നാമത്തെ ചാപ്റ്റർ, മൂന്നാമത്തെ മൊഡ്യൂളിലെ. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ടൈറ്റിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നമ്മളോട് ചോദിച്ചേക്കാം. അപ്പോൾ ഫ്യൂച്ചർ ഓഫ് ദി പാസ്റ്റ്, ഇവിടെ പാസ്റ്റ് എന്ന് പറയുന്നത്, പാസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ലാംഗ്വേജ് ആണ് കേട്ടോ. ബോ എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ബോ എന്ന് പറയുന്ന ലാംഗ്വേജ് സംസാരിച്ചിരുന്ന അവസാനത്തെ വ്യക്തിയായിരുന്നു ബോവാസ് സീനിയർ എന്ന് പറയുന്ന ആള്. ഓക്കെ, ബോവാസ് സീനിയർ ഒരു ലേഡിയാണ്. പേര് കേൾക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഒരു മെയിലായിട്ട് തോന്നിയേക്കാം, ലേഡിയാണ്. ബോവാസ് സീനിയർ എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് ബോ എന്ന് പറയുന്ന ലാംഗ്വേജ് അവസാനമായിട്ട് സംസാരിച്ചിരുന്നത്. അപ്പോൾ ആ ഒരു വ്യക്തിയുടെ മരണശേഷം ആ ഒരു ലാംഗ്വേജ് തന്നെയാണ് ഇല്ലാതാവാൻ പോകുന്നത്. അപ്പോൾ ഇത്ര നാളായിട്ട് നിന്നിരുന്ന, കഴിഞ്ഞ കാലഘട്ടത്തിലുടനീളം നിന്നിരുന്ന ആ ഒരു ബോ എന്ന് പറയുന്ന ലാംഗ്വേജ് ബോവാസ് സീനിയർ എന്ന് പറയുന്ന വ്യക്തിയുടെ മരണത്തോടുകൂടി ഇനി എന്താകും, ആ ഒരു ലാംഗ്വേജിന്റെ ഫ്യൂച്ചർ എന്താകും എന്നുള്ളൊരു ചിന്തയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു ടൈറ്റിൽ ദ ഫ്യൂച്ചർ ഓഫ് ദി പാസ്റ്റ്. അപ്പൊ ഇവിടെ ഫ്യൂച്ചർ ഓഫ് ദാറ്റ് ലാംഗ്വേജ്, ദ ഫ്യൂച്ചർ ഓഫ് ദാറ്റ് ബോ ലാംഗ്വേജ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു ബോവാസ് സീനിയറിന്റെ ഏജ് എന്ന് പറയുന്നത് 85 വയസ്സായിരുന്നു. നോട്ട് ചെയ്ത് വെക്കുക, 85 വയസ്സ്. ആൻഡമാൻസിൽ ബിലോങ് ചെയ്തിരുന്ന ഒരാളായിരുന്നു ബോവാസ് സീനിയർ. വിത്ത് ഹെർ പാസിംഗ് എവേ ദ ട്രൈബ്സ് ലാംഗ്വേജ് ബോ എന്ന് പറയുന്ന ലാംഗ്വേജ് തന്നെ അവിടെ ഇല്ലാതാകുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വാട്ട് ഹാപ്പൻസ് വെൻ എ ലാംഗ്വേജ് ഡൈസ്? The timely editorial focus on the fate of Andaman Archipelago. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട്, ഒരു ലാംഗ്വേജ് മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? ഒരു ലാംഗ്വേജ് മരണപ്പെട്ടു എന്ന്, അല്ലെങ്കിൽ ഒരു ലാംഗ്വേജ് ഇല്ലാതായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒത്തിരി കാര്യങ്ങളാണ് ഇല്ലാതാകുന്നത്. കൾച്ചറൽ ഐഡന്റിറ്റി, സ്റ്റോർ ഹൗസ് ഓഫ് ഇൻഡിജീനിയസ് നോളജ്, വേ ഓഫ് ലൈഫ്, ഇതെല്ലാം അവിടെ ഇല്ലാതാവണം. ഇപ്പോൾ മലയാളം എന്ന് പറയുന്ന ലാംഗ്വേജ്, മലയാളം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് ഇല്ലേ? നമ്മുടെ ആഘോഷങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ആചാരങ്ങൾ, നമ്മുടെ കേരളത്തിലെ കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു ബോ എന്ന് പറയുന്ന ലാംഗ്വേജ് ഇല്ലാതാകുമ്പോൾ ഒരുപാട് കാര്യങ്ങളാണ് അവിടെ ഇല്ലാതാകുന്നത്. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾ പഠിക്കണം. പിന്നെ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ കുറച്ച് ട്രൈബ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ആൻഡമാനിൽ നിലകൊള്ളുന്ന കുറച്ച് ട്രൈബ്സിനെ കുറിച്ച്, സർവൈവിങ് ട്രൈബ്സ് ഇൻ ആൻഡമാൻ എന്ന് പറഞ്ഞൊരു ചോദ്യം ഷോർട്ട് എസ്സേക്കൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ ആൻഡമാനിൽ ഇപ്പൊ സർവൈവ് ചെയ്യുന്നത് കുറച്ച് പേര് മാത്രമാണ്, കുറഞ്ഞു വരികയാണ്. ആ ഒരു ആൻഡമാനിലെ ആളുകളുടെ എണ്ണം ഡിക്ലൈൻ ചെയ്ത് വരികയാണ് എന്നുള്ളത് നമ്മളൊന്ന് സൂചിപ്പിക്കുക. ഡിക്ലൈൻ ചെയ്ത് വരികയാണ്, കുറഞ്ഞു വരികയാണ് ആൻഡമാനിലെ ആളുകളുടെ എണ്ണം. ദെൻ ഏകദേശം ഒരു 50ലേക്കൊക്കെ ചുരുങ്ങുകയാണ് ചെയ്യുന്നത് കേട്ടോ. റിഡ്യൂസ് ടു 50 ഫ്രം ആൻ എസ്റ്റിമേറ്റഡ് 5000 സെഞ്ചുറി എഗോ. അപ്പോൾ 5000 വർഷങ്ങൾക്ക് മുൻപ് ഇപ്പം എടുത്ത് നോക്കുന്ന സമയത്ത് ഒരു 50 പേരിലേക്കൊക്കെ അത് ചുരുങ്ങുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ആൻഡമാനിൽ 3 ട്രൈബ്സ് ആണ് ഉള്ളത്. ഇത് പഠിച്ചു വെക്കണം കേട്ടോ. 3, ഞാൻ ആ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. 3 ട്രൈബ്സ് ആണ്, ട്രൈബൽ ഗ്രൂപ്പ്സ് ആണ് ആൻഡമാൻ ഐലൻഡിൽ ഉള്ളത്. ഒന്നാമത്തെ വിഭാഗമാണ് ജാറവാസ് എന്ന് പറയുന്ന വിഭാഗം. ജാറവാസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 250 പേരൊക്കെയാണ് ജാറവാസ് ഉണ്ടാവുക. ദേ ആർ റെസിസ്റ്റഡ് കോണ്ടാക്ട് വിത്ത് ഔട്ട്സൈഡേഴ്സ്. അവര് എന്താ പറയാ, കോണ്ടാക്ട് ഒന്നും അധികം ഔട്ട്സൈഡേഴ്സുമായിട്ട് ഉണ്ടായിരുന്നില്ല. കോണ്ടാക്ട് വിത്ത് ഔട്ട്സൈഡേഴ്സുമായിട്ട് അങ്ങനെ കോണ്ടാക്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അതിലെ ഒരു ട്രങ്ക് റോഡ് വന്നു. അങ്ങനെ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് ട്രങ്ക് റോഡ് വന്നു. ആ റോഡ് വന്നപ്പോൾ ഇവർക്ക് ആളുകളുമായിട്ട് ഇടപഴകേണ്ടി വന്നു. നിവർത്തികേട് കൊണ്ട് അവർക്ക് ദേ ആർ ഫോഴ്സ്ഡ് ടു മേക്ക് കോണ്ടാക്ട് വിത്ത് ഔട്ട്സൈഡേഴ്സുമായിട്ട് കോണ്ടാക്ട് വെക്കേണ്ടി വന്നു എന്നാണ് പറയുന്നത്. ഇതാണ് ഒന്നാമത്തെ വിഭാഗത്തെ കുറിച്ച് പറയാനുള്ളത്. ഇനി രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ഓഞ്ചസ് എന്ന് പറയുന്ന ഒരു വിഭാഗമാണ് കേട്ടോ. ഓഞ്ചസ് പ്രൊനൗൺസിയേഷൻ എങ്ങനെയാവാം, ഓഞ്ചസ്. അപ്പോൾ ഈ ഓഞ്ചസ് എന്ന് പറയുന്ന വിഭാഗം ഒരു 100 പേരൊക്കെയാണ് ഉണ്ടാവുക. ഏകദേശം ഒരു 100 പേരാണ് ഉണ്ടാവുക. അവർ വളരെയധികം റിമോട്ട് ഏരിയയിലൊക്കെ ജീവിക്കുന്ന ആൾക്കാരാണ് കേട്ടോ. റിമോട്ട് ഏരിയയിൽ ജീവിക്കുന്ന ആളുകളാണ്.
ഇനി അടുത്ത ഒരു വിഭാഗം എന്ന് പറയുന്നത് സെന്റിനലീസ് എന്ന് പറയുന്ന വിഭാഗമാണ്. ലാസ്റ്റ് വൺ സെന്റിനലീസ് എന്ന് പറയുന്ന വിഭാഗം. അപ്പൊ ഇവര് ഔട്ട്സൈഡേഴ്സുമായിട്ട് യാതൊരു തരത്തിലുള്ള കോണ്ടാക്റ്റും ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർ എത്ര പേരുണ്ട് എന്നുള്ളത് ഒരു ഐഡിയ ഇല്ല നമുക്ക്. ഇപ്പൊ നമ്മൾ ജാറവാസി 250 പേര്, ഓഞ്ചസ് 100 പേര് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ സെന്റിനലീസ് ഔട്ട്സൈഡേഴ്സുമായിട്ട് യാതൊരു തരത്തിലുള്ള കോണ്ടാക്ട് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് അവർ എത്ര പേരുണ്ടെന്ന് പോലും അറിയില്ല. അപ്പോൾ ഏകദേശം ഇത്രയും പേരാണ് ആൻഡമാൻ ഐലൻഡിൽ ഇപ്പോൾ നിലകൊള്ളുന്ന ട്രൈബ്സ്. ഇവരുടെ എണ്ണം തന്നെ ഡിക്ലൈൻ ചെയ്ത് വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ ഔട്ട്സൈഡേഴ്സിന്റെ ഇടപെടൽ കൊണ്ടും ഡെവലപ്മെന്റ്സ് വന്നതോടുകൂടിയും അവരുടെ കൾച്ചർ എല്ലാം തന്നെ മാറുകയാണ്. അതുകൊണ്ട് ദേ ആർ ഫോഴ്സ് ടു കോണ്ടാക്ട് വിത്ത് ഔട്ട്സൈഡേഴ്സ്. അവരുടെ കൾച്ചറൽ കാര്യങ്ങളെല്ലാം തന്നെ അവർക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ നമുക്ക് ഇവിടെ ഇൻക്ലൂഡ് ചെയ്ത് എഴുതാം. ഓക്കെ, അപ്പോൾ ട്രൈബ്സിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ട ഒരു ഐഡിയ കിട്ടിയല്ലോ. ഇനി അവിടെ ചോദിക്കാനുള്ള മറ്റൊരു ചോദ്യം ആൻഡമാനിലെ ലാംഗ്വേജുകളെ കുറിച്ചാണ് ചോദിക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഈ ഒരു ബോവാ സീനിയറിൻ്റെ ഈ ഒരു ലാംഗ്വേജിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ച് മാത്രമല്ല, ആൻഡമാൻ ഐലൻഡിൽ 5 ലാംഗ്വേജ് ഫാമിലീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യം ഞാൻ ആ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഷോർട്ടസേക്ക് ചാൻസ് ഉള്ളത് ട്രൈബ്സിനെ കുറിച്ചും അതേപോലെ തന്നെ ട്രൈബ്സിനെ കുറിച്ചൊരു ചോദ്യം എക്സ്പെക്ട് ചെയ്യാം, ലാംഗ്വേജിനെ കുറിച്ചൊരു ചോദ്യം എക്സ്പെക്ട് ചെയ്യാം, ബോവാ സീനിയറിനെ കുറിച്ചും ബോ എന്ന് പറയുന്ന ആ ഒരു ലാംഗ്വേജിനെ കുറിച്ചും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇനി ഈ ഒരു പാഠഭാഗത്ത് നിന്ന് എസ്സേ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഈ പാഠഭാഗത്ത് നിന്ന് അറിയാവുന്ന എല്ലാ കാര്യങ്ങളും വെച്ച് ഒരു ആൻസർ അങ്ങോട്ടേക്ക് എഴുതുക. ക്ലിയർ ആയല്ലോ. പിന്നെ ഫ്യൂച്ചർ ഓഫ് ദ പാസ്റ്റ് എന്ന് പറയുന്ന ടൈറ്റിലിൻ്റെ ഇമ്പോർട്ടൻസ് ഒന്ന് പഠിച്ചു വെച്ചേക്കാം. ഇത്രയും കാര്യങ്ങളാണ് അതിൽ നമുക്ക് നോട്ട് ചെയ്യാനായിട്ടുള്ളത്. അടുത്തത് ഓൺ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു സ്പീച്ചാണിത് കേട്ടോ. യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ നമ്മുടെ ഭൂപേഷ് ഗുപ്തയുടെ ഒരു സ്പീച്ചാണ്. അപ്പോൾ 1965 സമയത്തെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആയിരുന്നു MC ചഗ്ല. ആ ഒരു MC ചഗ്ല സമയത്ത് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി, നമ്മൾ ഇന്ന് കാണുന്ന JNU ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി സ്ഥാപിക്കാനായിട്ടുള്ള ഒരു ബില്ല് പാസ്സാക്കുകയാണ്. അപ്പോൾ ആ ബില്ല് പാസ്സാക്കുന്ന ചടങ്ങിൽ നമ്മുടെ ഭൂപേഷ് ഗുപ്ത നടത്തുന്ന പ്രസംഗമാണ് നമുക്ക് ഈ ഒരു പാഠഭാഗത്തിൽ പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു പുതിയ യൂണിവേഴ്സിറ്റി വരുന്ന സമയത്ത് എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആ പേരിനെ കുറിച്ചാണ്, ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ചാണ്. ജവഹർലാൽ നെഹ്റു എന്ത് നല്ല മനുഷ്യനാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഭൂപേഷ് ഗുപ്ത പറയുന്ന കാര്യം അദ്ദേഹം നല്ല മനുഷ്യനാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനി അത് സംസാരിച്ചുകൊണ്ടിരുന്ന സമയം കളയേണ്ട ആവശ്യമില്ല, അത് ഓൾറെഡി നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താ, ആ യൂണിവേഴ്സിറ്റിയിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ കൊണ്ടുവരാൻ പറ്റും, നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. അല്ലാതെ ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല എന്നുള്ളതാണ് ഭൂപേഷ് ഗുപ്ത പറയുന്നത്. ആ ഒരു പ്രസംഗത്തിൽ ഭൂപേഷ് ഗുപ്ത കൊണ്ടുവന്ന പല കാര്യങ്ങളാണ് ഇപ്പോൾ ആ ഒരു യൂണിവേഴ്സിറ്റിയിൽ നടത്തിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ ഭൂപേഷ് ഗുപ്ത ഒത്തിരി പേരെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്, എസ്പെഷ്യലി കോൺഗ്രസ് പാർട്ടീനെ ക്രിട്ടിസൈസ് ചെയ്ത് പറയുന്നുണ്ട്. പിന്നെ ആ ഒരു നെയിം അത് അദ്ദേഹത്തിന് അനശ്വരനാക്കാനായിട്ട് ആ ഒരു നെയിമിന്റെ ആവശ്യമൊന്നും ഇല്ല. ആ നെയിമിനെ കുറിച്ച് നമ്മൾ ഇത്രയും പറയേണ്ട ആവശ്യമില്ല. അപ്പൊ ഇമ്മോർട്ടലൈസ്, അനശ്വരനാക്കുക, അനശ്വരൻ എന്നുള്ള അർത്ഥമാണ്. അപ്പൊ അത് അങ്ങനെ തന്നെ ആ വേർഡൊക്കെ ഒന്ന് പഠിച്ചു വെക്കാം. പിന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ഹി വാണ്ടഡ് ദ ന്യൂ യൂണിവേഴ്സിറ്റി ടു ബി ഡിഫറെൻറ്റ് ഫ്രം ദ ട്രഡീഷണൽ യൂണിവേഴ്സിറ്റീസ്. ഇപ്പോൾ നിലവിലുള്ള യൂണിവേഴ്സിറ്റിനേക്കാളും വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു യൂണിവേഴ്സിറ്റിയാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അതിൽ അദ്ദേഹം പറയുന്ന ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത്, നമ്മളിതിൽ താഴെയുള്ള ബോയ്സ്, അതായത് പുവർ ക്ലാസ്സിൽ വരുന്ന ബോയ്സിനും ഗേൾസിനും നമ്മുടെ യൂണിവേഴ്സിറ്റിയിലേക്ക് എൻ്റർ ആവാനായിട്ട് സാധിക്കുമോ എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം ആദ്യം ചോദിക്കുന്നത്. അങ്ങനെ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഈ യൂണിവേഴ്സിറ്റി തുറന്നിട്ട് കാര്യമില്ല. എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം നമ്മൾ യൂണിവേഴ്സിറ്റി സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. റിച്ച് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രം ഒരു യൂണിവേഴ്സിറ്റി അങ്ങനെ ആവരുത് നമ്മുടെ ഈ ഒരു യൂണിവേഴ്സിറ്റി. പിന്നെ നമ്മൾ നമ്മുടെ നാട്ടിലത്തെ റിക്വയർമെൻറ്റ്സ് നോക്കിയിട്ട് വേണം യൂണിവേഴ്സിറ്റി സ്ഥാപിക്കാൻ. അല്ലാതെ ഫോറിൻ യൂണിവേഴ്സിറ്റി നടത്തുന്നത് പോലെ നോക്കിയിട്ട് കാര്യമില്ല. നമ്മുടെ രാജ്യത്തിൻ്റെ ആവശ്യകതകൾ നോക്കിയിട്ട് വേണം നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരാനായിട്ട്. ദെൻ വുഡ് ഓപ്പൺ ഇറ്റ്സ് ഗേറ്റ് ടു ദ പുവർ പീപ്പിളിനും കൂടി നമ്മുടെ ഇത് തുറന്നു കൊടുക്കണം നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ഗേറ്റ്. എന്നാൽ മാത്രമേ ഈ ഒരു യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി പണം ചെലവാക്കിയിട്ട് കാര്യമുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇനി അദ്ദേഹം ഇതിൽ പറയുന്ന 2 കാര്യങ്ങൾ എന്തൊക്കെ? ആദ്യം പറയുന്നത്, നമ്മുടെ നാട്ടിലെ വർക്കേഴ്സ്, പെസൻസ്, വർക്കിംഗ് പീപ്പിൾ, സാധാരണക്കാരുടെ മക്കൾക്ക് നമ്മുടെ യൂണിവേഴ്സിറ്റി തുറന്നു കൊടുക്കണം. രണ്ടാമത് പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ,
he said university should be granted autonomy, it should not be run by bureaucracy. അത് എന്താ പറയുക, ഒരു സ്വയം ഭരണമായിരിക്കും, അല്ലാതെ ഒരുപാട് പേര് ഇടപെട്ടിട്ടുള്ള ഒരു ഭരണം നമ്മൾ കൊണ്ടുവരാതിരിക്കുക. ഹി ഓൾസോ വാണ്ടഡ് ന്യൂ ഫാക്കൽറ്റി ടു ഇമ്പാർട്ട് ലേണിംഗ് ആൻഡ് എഡ്യൂക്കേഷണൽ സ്പിരിറ്റ്. അതായത് പുതിയ പുതിയ കാര്യങ്ങൾ നമ്മളിവിടെ കൊണ്ടുവരണം. കുട്ടികളെ നമ്മൾ പഠിപ്പിക്കേണ്ട കാര്യം അബൌട്ട് ദ സ്ട്രഗിൾ ഫോർ പീസ്, നമ്മൾ സമാധാനത്തിന് വേണ്ടി എത്രത്തോളം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കണം. അതേപോലെ നമ്മുടെ കറണ്ട് അഫയേഴ്സ്, വേൾഡ് അഫയേഴ്സിനെ കുറിച്ച് നമ്മൾ കുട്ടികൾക്ക് ഒരു ധാരണ ഉണ്ടാക്കി കൊടുക്കണം. ഇൻഡിസിപ്ലിൻ, ഒരുപാട് പേരിവിടെ കുട്ടികളുടെ അച്ചടക്കമില്ലായ്മയെ കുറിച്ച് പറഞ്ഞു. ഇവിടെ തന്നെ ഒരുപാട് പേര് അച്ചടക്കമില്ലാത്തവരുണ്ട് എന്ന് അദ്ദേഹം ക്രിട്ടിസൈസ് ചെയ്യുക കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് പാവപ്പെട്ട വീട്ടിലെ കുട്ടികൾക്കാണ് എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. പിന്നെ ഇതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഇനി അടുത്ത ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് വേൾഡ് ആസ് വൺ എക്കോണമിക് ആൻഡ് കൾച്ചറൽ യൂണിറ്റ്, മേഘനാഥ് സഹയുടെ ഒരു ചാപ്റ്റർ ആണ്. അതിൽ നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ വേൾഡ് എന്ന് പറയുന്ന ഒരൊറ്റ എക്കോണമിക് യൂണിറ്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു സ്ഥലത്തൊരു പ്രശ്നം നടന്നാൽ, അതായത് ഇവിടെ ഉണ്ട് എ ക്രാഷ് ഇൻ വാൾ സ്ട്രീറ്റിൽ ഒരു ക്രാഷ് നടന്നാൽ അത് ബോംബെയിലെ മിൽസിലെ സ്ട്രൈക്കിലേക്ക് അത് ലീഡ് ചെയ്യുന്നു. നമ്മുടെ ലങ്കാഷെയറിൽ ഒരു അൺഎംപ്ലോയ്മെന്റ് നടന്നു കഴിഞ്ഞാൽ ബംഗാളിലെ ജൂട്ടിന്റെ പ്രൈസ് കുറയുന്നതിന് അത് കാരണമാകും. അതായത് അങ്ങേയറ്റത്തും ഇങ്ങേയറ്റത്തും കിടക്കുന്ന കാര്യങ്ങളാണ്, പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്ത് കിടക്കുന്നു എന്നാണ് അർത്ഥമാക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഒത്തിരി ഫോറിൻ ഗുഡ്സ് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഫോറിൻ നേഷൻസിനെ നമ്മുടെ ശത്രുക്കളായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല. അതേപോലെ തന്നെ നമ്മൾ കുറച്ച് പേര് മാത്രമേ സയൻസിലേക്ക് വന്നിട്ടുള്ളൂ, വളരെ കുറച്ച് പേര് മാത്രമേ സയൻസിൻ്റെ ഇൻഫ്ലുവൻസിലേക്ക് ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭരണാധികാരികളെല്ലാം തന്നെ റിജിഡ് ഔട്ട്ലുക്ക് ഉള്ളവരാണ്, കുറച്ച് കർക്കശ സ്വഭാവമുള്ളവരാണ്. അധികം പേർക്കും എങ്ങനെ കാര്യങ്ങൾ ഡീൽ ചെയ്യണം എന്നുള്ള ഒരു ധാരണ ഇപ്പോഴും വന്നിട്ടില്ല. നമ്മൾ ഇപ്പോഴും ഫോളോ ചെയ്യുന്നത് പണ്ടത്തെ കാലത്തെ മെഡീവിയൽ വേ ഓഫ് എഡ്യൂക്കേഷനാണ് നമ്മൾ ഇപ്പോഴും ഫോളോ ചെയ്ത് കൊണ്ടുപോകുന്നത് എന്നുകൂടി ഇവിടെ പറയുന്നുണ്ട്. പിന്നെ നമ്മൾ പറയുന്നൊരു കാര്യം, ഇതിൽ വൺസ് വി ഫോളോ ദീസ് സ്റ്റെപ്സ് നോ വൺ വിൽ ഹാവ് ടു സഫർ ഫ്രം. അപ്പം നമ്മൾ കൃത്യമായിട്ടുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോവുകയാണെങ്കിൽ നമുക്ക് പോവർട്ടി കാര്യങ്ങളൊന്നും, അല്ലെങ്കിൽ വിശപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അനുഭവിക്കേണ്ടി വരില്ല എന്നുകൂടി പറയുന്നുണ്ട് കേട്ടോ. അതേപോലെ എല്ലാ കാര്യങ്ങളും പൊളിറ്റീഷ്യൻസിന് നടത്തിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്യുക, ഹാൻഡ് ഓവർ ചെയ്യുക. കുറച്ച് കാര്യങ്ങളൊക്കെ സയന്റിഫിക് ഇൻഡസ്ട്രിയലിസ്റ്റിക് എക്കോണമിസ്റ്റുകളെയും യൂജനിക്സിനെയൊക്കെ കാര്യങ്ങൾ ഹാൻഡ് ഓവർ ചെയ്ത് കൊടുക്കുക. അപ്പം ഇവർക്കൊക്കെ പ്രോപ്പറായിട്ട് അത് നടത്തിക്കൊണ്ട് പോകാൻ സാധിക്കും. So these professional team will consider the whole world as a unit and take measures to improve it. ഇപ്പോൾ ഈ പ്രൊഫഷണൽസ് എല്ലാവരും തന്നെ, അതായത് നമ്മുടെ സയൻറ്റിഫിക് ഇൻഡസ്ട്രിയലിസ്റ്റുകളും എക്കണോമിസ്റ്റുകളും യൂജനിക്സുകളും, ഈ 3 ആൾക്കാർ പ്രൊഫഷണൽസ് ആണ്. ഈ 3 പ്രൊഫഷണൽസിന് ആര് കൈമാറി കൊടുക്കാനാണ് പറയുന്നത്? പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഇവർക്ക് കാര്യങ്ങൾ കൈമാറി കൊടുക്കുക. അപ്പം ഇവർ കൃത്യമായിട്ട് എല്ലാം ചെയ്തോളും. സയൻറ്റിഫിക് ഇൻഡസ്ട്രിയലിസ്റ്റുകളാണെങ്കിൽ അവരെന്താ ചെയ്യുക? സയൻറ്റിഫിക് ഇൻഡസ്ട്രിയലുകളാണെങ്കിൽ ഷുഡ് കൺട്രോൾ ദ ഓൾ പ്രൊഡക്ഷൻ, എക്കണോമിക്സ്, ഓൾ പ്രൊഡക്ഷൻ, ഈ കാര്യങ്ങൾ ഓൾ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യുന്നതാണ് സയൻറ്റിഫിക് ഇൻഡസ്ട്രിയലിസ്റ്റുകൾ. ഇവരാണ് നമ്മുടെ പ്രൊഡക്ഷനെ കൺട്രോൾ ചെയ്യുന്നത്. എക്കണോമിസ്റ്റുകളാണെങ്കിൽ അത് സൂപ്പർവൈസ് ദ ഡിസ്ട്രിബ്യൂഷൻ കാര്യങ്ങളൊക്കെ. ഇനി യൂജനിസ്റ്റ് ആണെങ്കിൽ ഷുഡ് കൺട്രോൾ ദ റിക്വയർഡ് പോപ്പുലേഷൻ ഇൻ ഈച്ച് ജോഗ്രഫിക്കൽ ഏരിയ. ഓരോ ജോഗ്രഫിക്കൽ ഏരിയയിലും പോപ്പുലേഷൻ്റെ കാര്യങ്ങൾ യൂജനിസ്റ്റുകൾ കൺട്രോൾ ചെയ്യും. അപ്പോൾ ഈ 3 ആൾക്കാർ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇവർ 3 പേര് എന്തൊക്കെയാണ് ചെയ്യണമെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ നമുക്ക് മൊത്തത്തിൽ നമ്മുടെ എഡ്യൂക്കേഷണൽ പ്രോഗ്രാം ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ ഇൻഡസ്ട്രി റിലേറ്റ് ചെയ്തിട്ടുള്ളത്, എക്കണോമി റിലേറ്റ് ചെയ്തിട്ടുള്ളത്, പോപ്പുലേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആ സ്പെഷ്യലിസ്റ്റുകൾ വഴി ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ മൊത്തത്തിലുള്ള ഒരു മാറ്റം നടത്തിക്കൊണ്ടു പോകാൻ പറ്റും. അല്ലാതെ നമ്മൾ ഫോളോ ചെയ്യുന്ന എഡ്യൂക്കേഷൻ തന്നെ ഫോളോ ചെയ്തു പോയാൽ നമുക്ക് യാതൊരു മാറ്റവും ഉണ്ടാവില്ല. നമ്മുടെ പൊളിറ്റിക്കൽ ലീഡേഴ്സ് ആണെങ്കിൽ സയൻസിൻ്റെ ഇമ്പാക്റ്റ് ഇല്ലാത്തവരാണ്. അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള ആളുകളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ആവും എന്നാണ് പറയുന്നത്. അപ്പം അതാണ് ഈ ചാപ്റ്ററിൽ പറയുന്ന കാര്യങ്ങൾ കേട്ടോ. പിന്നെ ഇതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ സെറ്റായി. അപ്പോൾ ഇതാണ് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിരുന്ന ചോദ്യം. അപ്പോൾ ഇതിലെ ബാക്കി ക്വസ്റ്റ്യൻസും കൂടി നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്ത് പോകാൻ ശ്രമിക്കുക കേട്ടോ. യൂജനിസ്റ്റ് നാഷണൽ ബിൽഡിങ്ങിന് ചെയ്യുന്ന കാര്യം എന്താണ്? അവർ പോപ്പുലേഷൻ കൺട്രോളാണ് അവർ ചെയ്യുന്നത്. അങ്ങനെ ഓരോരുത്തരുടെയും കൃത്യമായിട്ട് പഠിക്കണം കേട്ടോ. ഇനി നമുക്കിതിൽ എസ്സേ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പാഠഭാഗത്ത് നിന്ന് അറിയാവുന്നതൊക്കെ എഴുതുക. ഷോർട്ട് എസ്സേ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നമ്മുടെ മേഘനാഥ് സഹ
ദ വേൾഡ് ആസ് വൺ ഗ്രേറ്റ് എക്കോണമിക് യൂണിറ്റ് എന്ന് പറയുന്നത് എന്തുകൊണ്ട്? പല കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. നമ്മൾ ഫോറിൻ ഗുഡ്സ് ഉപയോഗിക്കുന്നുണ്ട്, നമ്മളെല്ലാവരും ഒരു ഫാമിലി പോലെ കഴിയാണ്, പൊളിറ്റിക്കൽ ലീഡേഴ്സിൻ്റെ കാര്യങ്ങൾ എല്ലാം നമുക്ക് അവിടെ ഇൻക്ലൂഡ് ചെയ്ത് പറയാം. ഇതെല്ലാം ഇതിൽ കുറച്ച് കാര്യങ്ങളെ പറയുന്നുള്ളൂ. അപ്പോൾ ഷോർട്ട് എസ്സേ ചോദിച്ചാൽ എസ്സേ ചോദിച്ചാലും ഇങ്ങനെ കണക്ട് ചെയ്ത് കാര്യങ്ങൾ എഴുതി കഴിഞ്ഞാൽ അത് ഓക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു നിങ്ങൾക്ക് ടഫാണെന്ന് തോന്നിയ ഈ ഒരു 3 ചാപ്റ്റേഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ബാക്കി ചാപ്റ്റേഴ്സ് നന്നായിട്ട് തന്നെ നിങ്ങൾ നോക്കി പോവുക. 1 by 1 ചാപ്റ്റേഴ്സ് ആയിട്ടുള്ള ചാപ്റ്റർ വീഡിയോസ് തീർച്ചയായിട്ടും കണ്ടുപോകണം. ഇറ്റ്സ് ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.